ഹലോ ഗൈസ്, നമുക്കിന്ന് കുറച്ച് ഗോതമ്പിൻ്റെ പായസം വെച്ചാലോ? ഗോതമ്പ് കണ്ട, നല്ല അടിപൊളി ഗോതമ്പാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നോക്കിക്കേ, സൂപ്പറാണ്ട. നമുക്കേ ഇതൊന്ന് പായസം വെക്കാം. ഞാൻ ഗോതമ്പിൻ്റെ കഞ്ഞി ഇപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ അമ്മ വെച്ച് തരുമായിരുന്നു. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടില്ലേ, അടിപൊളി കഞ്ഞി കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഗോതമ്പിൻ്റെ പായസം കുടിച്ചിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്നത്. ചേട്ടൻ്റെ അമ്മ നല്ലപോലെ ഉണ്ടാക്കും ഗോതമ്പിൻ്റെ പായസം കേട്ടോ, അടിപൊളിയാണ്. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ റെസിപ്പി. അപ്പം നമുക്കിന്ന് ഗോതമ്പിൻ്റെ ഒരു പാൽ പായസം അങ്ങ് വെച്ചേക്കാം കേട്ടോ. നമ്മൾ ഗോതമ്പെല്ലാം കഴുകി ഇതേ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നിലയ്ക്ക് വെള്ളം ഒഴിക്കുക. നിലയ്ക്ക് എന്ന് വെച്ചാൽ നല്ല നമ്മൾ ചോറൊക്കെ കുക്കറിൽ വെക്കില്ലേ, അതുപോലെ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ വേറൊരു കാര്യം കൂടെ ചെയ്തായിരുന്നു കേട്ടോ. അത് ഇത് കണ്ട, ഇങ്ങനെ കുറച്ച് ഗോതമ്പ് എടുത്ത് ഇതുപോലെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അതെന്താണെന്നറിയോ, നമുക്ക് ഒരു നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗോതമ്പല്ലേ, അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇളക്കി മിക്സാക്കിയിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് വേവിക്കാം. പിന്നെ വിസിൽ ഒരു 6 വിസിൽ നമുക്ക് അടിക്കണം. പിന്നെ അതിന് ശേഷം ചെറുതായിട്ട് സിമ്മിലാക്കിയിട്ട് വീണ്ടും കുറച്ച് നേരം വേവിക്കണം കേട്ടോ. ഗോതമ്പ് ഇതും ഫുള്ളായിട്ടുള്ള ഗോതമ്പ്, വലിയ ഗോതമ്പല്ലേ, അതുകൊണ്ട് നല്ല വേവുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് 6 വിസിലായിട്ടും തന്നെ അടിക്കണേ. നമുക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങാപ്പാലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ കുറച്ച് ഉണക്ക മുന്തിരിയുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ ചിരകി വെച്ച തേങ്ങായും ഉണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ടേ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ ഗോതമ്പ് നല്ലപോലെ വെന്ത നോക്കിക്കേ. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതാണ്. ഇനി നമുക്ക് ഒന്ന് തിളപ്പിക്കാം. പിന്നെ നമുക്ക് ഞങ്ങളിതിനകത്ത് ഇടാൻ പോകുന്നത് പഞ്ചസാരയാണ്, ശർക്കരയല്ല. കാരണം പല പ്രാവശ്യം ഉണ്ടാക്കിയതെല്ലാം ശർക്കരയൊക്കെ, അതുകൊണ്ടൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ച് ഒരു ഗോതമ്പ് പാൽപ്പായസം ആക്കാമെന്ന് വിചാരിച്ച്. നോക്കിക്കേണ്ട, നല്ലപോലെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും കുറുകി വന്നത് എന്താണെന്നറിയോ, ഞാൻ കുറച്ച് ഗോതമ്പ് ചതച്ചും കൂടി ഇട്ട് കൊടുത്തില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ കുറുകി വന്നത്. വലിയ ഗോതമ്പായതുകൊണ്ട് ഒന്ന് കുറുകാൻ വേണ്ടി നമുക്ക് അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ പായസത്തിൻ്റെ ഏറെക്കുറെ നമുക്കിനി പഞ്ചസാരയും ഏലക്കായും കൂടെ നമ്മൾ ഒന്നിച്ച് പൊടിച്ചതാണ്. കുറച്ചങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഞാൻ 1.5 കപ്പ് പഞ്ചസാര എടുത്തായിരുന്നു കേട്ടോ, പൊടിച്ചതാണ്, പൊടിയാണേ. നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. മധുരം വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇളക്കി മിക്സാക്കാം. നമുക്കിതിനകത്തോട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ചിരകിയത്, തേങ്ങ എത്ര തേങ്ങ കൂടുതലിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തോ കേട്ടോ. നോ പ്രോബ്ലം. ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. പായസം എല്ലാം ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഇറക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് തേങ്ങാക്കൊത്തും മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. നോക്കിക്കേണ്ട, നല്ലപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടുപ്പി വെച്ച് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നെയ്യെല്ലാം ചൂടായി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് നമുക്കതൊന്ന് വിളക്കി ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങാക്കൊത്ത് ഏറെക്കുറെ ഒന്ന് ഗോൾഡായി വന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് വറുത്ത് വരക്കാം. മുന്തിരി നല്ലപോലെ ഇങ്ങനെ കുമളയായിട്ട് വീർത്ത് വരും. അന്നേരം നമുക്ക് ഇറക്കിയാൽ മതി കേട്ടോ. എല്ലാം ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമ്മുടെ മുന്തിരി എല്ലാം നല്ലപോലെ കുമള പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നോക്കിക്കേ. ഇനി നമുക്ക് പായസത്തിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.